ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ നോക്കിയത് ഗോളം എന്ന സിനിമയുടെ ഫസ്റ്റ് പാർട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടിട്ട് വരിക. അതിന് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കുറവാണ്, വ്യൂസും കാര്യങ്ങളൊക്കെ കുറവാണ്. നിങ്ങൾ മാക്സിമം കാണുക കേട്ടോ. അപ്പോൾ അത് കണ്ടാൽ മാത്രം നമുക്ക് ഈ സിനിമയുടെ കണ്ടിന്യൂസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇതിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ ത്രില്ലറും അതേപോലെ തന്നെ ക്രൈം ത്രില്ലറാണ്. നല്ല ഇൻവെസ്റ്റിഗേഷൻ, നല്ല മൂഡിൽ പോകുന്ന സിനിമ തന്നെയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കാം കേട്ടോ. ഒട്ടും ലാഗ് അടിപ്പിക്കുന്നില്ല. അവൻ ഡോക്ടറിനെ കാണാൻ വേണ്ടി വന്നിരിക്കണം കേട്ടോ. എന്താ സന്ദീപേ, യൂണിഫോമിലൊക്കെ ആണല്ലോ. ഞാനേ കുറച്ച് പണിയില്ല. സിദ്ദിഖ് എന്റെ കുറെ പഴയ പുസ്തകങ്ങളാ. ഞാനിവിടെ ഒരു റീഡിംഗ് ഏരിയ സെറ്റപ്പ് ചെയ്യാന്നല്ലേ. ടീച്ചർമാരെ ഇവിടെ ഇല്ലല്ലേ? ഇല്ല, അവർ ബാംഗ്ലൂർ പോയിരിക്കാം, സ്റ്റെഫിയുടെ അടുത്ത്. അന്നമോൾ അവിടെ ഇങ്ങോട്ട് വിടുന്നില്ല. കുട്ടി സ്കൂളിൽ ചേർന്നോ? ഇല്ല, അടുത്ത കൊല്ലം ചേർന്നു. അവിടെ അടുത്ത ഏതോ ഒരു പ്ലേ സ്കൂളിൽ പോകുന്നുണ്ട്. സന്ദീപ് എന്താ അത്യാവശ്യമായിട്ട് കാണുമെന്ന് പറഞ്ഞത്? ഒരു കേസിന്റെ ആവശ്യത്തിനാണ് ഡോക്ടർ. പറഞ്ഞോ. ഡോക്ടർക്ക് ബിടെക് എന്ന ഓഫീസിലെ എംപ്ലോയീസ് ആയിട്ട് കണക്ഷൻ ഉണ്ടോ? പെട്ടെന്ന് സ്ലിപ്പായി. ഇനി അലമാര എന്നാണോ താഴെ വീഴുന്നത്? ഒരുപാട് പഴയതാ. എന്റെ ഡോക്ടർ ജീവിതത്തിന്റെ അത്ര തന്നെ പ്രായമുണ്ട് ഇവരും. You told truth about me. Mogale Malala. Very interesting book. ഡോക്ടർ ഒന്നും പറഞ്ഞില്ലേ? യെസ്. അങ്ങനെ ഒരു സ്ഥാപനത്തെ പറ്റി എനിക്ക് അറിയില്ലല്ലോ സന്ദീപേ. എന്ത് ചോദിക്കാൻ? അവിടെ വർക്ക് ചെയ്യുന്ന നീന എന്നൊരു പെൺകുട്ടി ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഒരു മെഡിക്കൽ ഷോപ്പിൽ സ്ലീപ്പിംഗ് വാങ്ങിയായിരുന്നു. ഓ, എന്റെ അടുത്ത് ഒരുപാട് പേഷ്യൻസ് വരുന്നതല്ലേ. അവരൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നൊന്നും ഞാൻ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. കറക്റ്റ്. പക്ഷേ ആകെ 15 എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ 13 പേര് ഡോക്ടർ ഫ്രീക്വന്റ് ആയിട്ട് ഒറ്റയ്ക്കും കൂട്ടമായിട്ടും കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ സംശയിക്കാനൊന്നുമില്ലേ? സെർവറും പനിക്ക് ചുമയ്ക്കും ചികിത്സിക്കുന്ന ഡോക്ടറായിരുന്നെങ്കിൽ എനിക്ക് തികച്ചും നോർമലായി തോന്നിയേനെ. സന്ദീപ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. 13 പേരും ഈ ഡോക്ടറെ കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ. സോറി, ഫോൺ മാറിപ്പോയി. അതാ തട്ടന്റെ കുട്ടിയുടെ ഫോണാ. ഇതാണ് അവരുടെ ഫോൺ. നിമിയ ഫോൺ വെച്ചിരിക്കുന്ന ട്രെയിൻ കൊണ്ടുവന്നേ. ശരി സർ. ഓ, മാപ്പിൽ പോയി നോക്കുക കേട്ടോ. സെറ്റിങ്സിൽ ഇവരെല്ലാവരും ആ ഡോക്ടറിൻ്റെ ഹോം വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ബിടെക്കിലെ എംപ്ലോയീസ് പറഞ്ഞ 2 നാളുകൾ രണ്ടും ഡോക്ടറുടെ പേര് എന്നിൽ നിന്ന് മറച്ചു വെക്കാനാണെന്ന് എനിക്ക് തോന്നി. സോ ഞാൻ അവരുടെ എല്ലാവരുടെയും മൊബൈലുകൾ പരിശോധിക്കാൻ തീരുമാനിച്ചു. നമ്മൾ എവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്തെന്ന് നമ്മൾ മറന്നാലും ആ ഫോൺസ് കീപ് ട്രാക്ക് ഓഫ് എവറിത്തിങ്. അവരുടെ ഗൂഗിൾ മാപ്പ് ടൈം ലൈനിൽ നിന്നും ഡോക്ടറുടെ ക്ലിനിക് വിസിറ്റ് ചെയ്ത ഡേറ്റും ഇവിടെ സ്പെൻഡ് ചെയ്ത സമയമടക്കം എല്ലാം എനിക്ക് കിട്ടി. ഇനി പറയൂ ഡോക്ടർ, സംശയിക്കാനൊന്നുമില്ലേ? ഇതിലെന്താണ് സന്ദീപ് എന്താ സംശയിക്കാൻ? ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ വരുന്ന പേഷ്യൻസിന്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ഞാൻ അന്വേഷിക്കാറില്ല. ജോൺ എന്ന് രാവിലെ മരണപ്പെട്ടു. ഐസക് ജോൺ. ഡോക്ടർക്ക് ബിടെക് എന്ന സ്ഥാപനത്തെ പറ്റി അറിയില്ല, അതിലെ എംപ്ലോയീസിനെ അറിയില്ല. പക്ഷെ എനിക്ക് ഐസക് ജോണിനെ അറിയാം. ഇതുവരെ എനിക്ക് സംശയങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കൺഫേം ആയി. Now I can confirm. എല്ലാം അറിയാം ആ ഡോക്ടറിന്. ഇതൊക്കെ തെളിവ് സഹിതം അവരോട് ചോദിച്ചാൽ മതിയായിരുന്നു. പക്ഷെ എൻ്റെ രീതി അതല്ല. ഡോക്ടർക്കും കോപ്പറേറ്റ് ചെയ്യാത്ത സ്ഥിതിക്ക് ഇറ്റ്സ് ഓക്കെ. എന്തായാലും ഇവിടെ വരെ എനിക്ക് എത്താൻ കഴിഞ്ഞെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ എനിക്കറിയാം. എനിവേ, താങ്ക് യു ഡോക്ടർ. ഞാൻ പോയിട്ട് എന്തായാലും വരാം. സന്ദീപ് വെയിറ്റ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പറയുന്നത് സന്ദീപ് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. സന്ദീപിന്റെ സംശയം ശരിയാ. എനിക്ക് കുറച്ചു നാളായിട്ട് ഈ ബിടെക് എന്ന സ്ഥാപനം അറിയാം. അവിടുത്തെ എംപ്ലോയീസിനെയും മാനേജിംഗ് ഡയറക്ടർ ഐസക് ജോണിനെ അറിയാം. അറിയാമെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ സന്ദീപിനേക്കാൾ നന്നായിട്ട്. ആ സ്ഥാപനത്തിൽ മീര എന്ന പെൺകുട്ടി കാരിങ് ആയിരുന്നപ്പോൾ റേച്ചലിനായിരുന്നു കൺസൾട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനും ട്രീറ്റ്മെന്റിനും ഒക്കെ ശേഷമാണ് ആ കുട്ടി പ്രഗ്നന്റ് ആയത്.
വലിയ ആഹ്ലാദത്തിലും സന്തോഷത്തിലൊക്കെ ആയിരുന്നു ആ കപ്പിൾ. പെട്ടെന്നൊരു ദിവസം ഒരു കുഴപ്പമില്ല. മോളെ കാര്യമില്ല. കേട്ടോ മനസ്സിന് പറ്റില്ല. സ്കാനിനോട് സ്കാനിംഗ് റിപ്പോർട്ട് വാസ് റിയലി ഷോക്കിംഗ്. 24 മണിക്കൂർ മുമ്പേ മീരയുടെ കുഞ്ഞ് മരണപ്പെട്ടിരുന്നു. അതോടുകൂടി മീര വല്ലാതെ ഡിപ്രസ്ഡായി. മീരയുടെ കാര്യത്തിൽ ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു റേച്ചലിന്. അവൾക്കും വലിയ വിഷമമുണ്ടായി ജെയിംസിന്. വീട്ടിൽ പറയുന്നവിടെ അടുത്തുള്ള ഏതോ ഒരു IT ഫിലിമിലാണ് കുട്ടി വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. കണ്ടിട്ട് ഒരു ഭാവമായിട്ടാ തോന്നി. ഇവരുടെ കൂട്ടുകെട്ടും കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ലുള്ളൂ. ഈ IT മാത്രമല്ല, എല്ലാ മേഖലകളിലും ഈ ഡ്രഗ്സും സാധനങ്ങളൊക്കെ സുലഭമായിട്ട് കിട്ടും. നമ്മുടെ ഡോക്ടർമാരെന്ന് മോശമാണ് ഇക്കാര്യത്തിൽ. മീരയുടെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ തോന്നില്ല. ആ കുട്ടി ഒരുപാട് നാൾ കാത്തിരുന്ന് പ്രഗ്നന്റ് ആയതാ. എന്നിട്ട് ഇത്ര കെയർലെസ് ആയിട്ട് പെരുമാറും. എന്തായാലും ആ കുട്ടിയുടെ അവസ്ഥ വളരെ കഷ്ടമാണ്. ഞാൻ നിങ്ങളൊന്ന് കാണാൻ പറയട്ടെ. ഒന്ന് നോക്കൂ. റേച്ചല് മീര എനിക്ക് റെഫർ ചെയ്തു. എന്തോ ഡ്രഗ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് പറഞ്ഞിട്ട് എനിക്ക് തോന്നിയ ചില സംശയങ്ങളൊന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി എന്റെ ഒരു സുഹൃത്തിന്റെ സഹായത്തോടെ ഞാൻ ആ കുട്ടിയുടെ ബ്ലഡ് സാമ്പിൾസ് ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്യിപ്പിച്ചു. ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോ മീരയുടെ ബ്ലഡിൽ ഒരു ഫോറിൻ കണ്ടന്റ് ഉണ്ടെന്ന് മനസ്സിലായി. ഫോറിൻ കണ്ടന്റോ? യെസ്. പക്ഷെ അത് എന്താണെന്ന് മനസ്സിലായില്ല. ഞാൻ മീരയ്ക്ക് ആദ്യം ഒരു നോർമൽ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. പാരലലി മീരയുടെ ബ്ലഡ് സാമ്പിൾസിനെ കുറിച്ചും ഞാൻ സ്റ്റഡീസ് നടത്തിക്കൊണ്ടിരുന്നു. ഈ സമയത്ത് 2 ചെറുപ്പക്കാരനെ കാണാൻ വേണ്ടി വന്നു. ശക്തിയായ തലവേദനയും ഉറക്കക്കുറവൊക്കെ ആയിരുന്നു അവരുടെയും പ്രശ്നം. സംസാരിച്ചു വന്നപ്പോൾ അവരും വീട്ടിലാണ് ജോലി ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി. സംശയം തോന്നിയ ഞാൻ അവരുടെയും ബ്ലഡ് സാമ്പിൾസ് ചെക്ക് ചെയ്തു. അതിലും അതേ ഫോറിൻ കണ്ടന്റ് ഞാൻ കണ്ടെത്തി. ഇവരെ കോമൺ ആയിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ഫാക്ടർ ആ ഓഫീസാണ്. സോ ഞാൻ മീരയുടെ കാര്യം അവരോട് പറഞ്ഞു. മീര? യെസ്. അവരൊന്നും ഞങ്ങളോട് പറഞ്ഞായിരുന്നു. പക്ഷേ ഇൻഫെക്ഷൻ എന്നാണ് പറഞ്ഞത്. നോ, അത് ഇൻഫെക്ഷൻ കാരണം സംഭവിച്ചതല്ല. പിന്നെ മീരയുടെ ബ്ലഡിൽ നിന്നും DNA മ്യൂട്ടേഷൻ ഉണ്ടാക്കാവുന്ന ഒരു സബ്സ്റ്റൻസ് കണ്ടെത്തി. ചില ഡ്രഗ്സ് യൂസ് ചെയ്താലാണ് ഇത്തരം മ്യൂട്ടേജൻസ് ബ്ലഡിൽ കലരുക. ഡ്രഗ്സോ? മീരയോട് ഇതേപ്പറ്റി ഇൻഡയറക്റ്റ് ആയിട്ടൊന്നും ചോദിച്ചു എന്നല്ലാതെ കൂടുതൽ കൗൺസിലിംഗ് ഒന്നും കൊടുക്കാൻ പറ്റിയില്ല. സാർ, മീര ഡ്രഗ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. അതെ, ഞങ്ങളുടെ അറിവിലുള്ള ബിയർ പോലും കുടിക്കാറില്ല. പിന്നെ എങ്ങനെയാണ് ഇതുപോലൊരു എലമെന്റ് നിങ്ങളുടെ ശരീരത്തിൽ പ്രവേശിച്ചത്? കണക്ട് ചെയ്യുന്ന ഒരു കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഓഫീസാണ്. ഒരു ഓഫീസിൽ ഒരേ സമയം ജോലി ചെയ്യുന്ന 3 പേർക്ക് അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ there will be some problem connecting with your working place. ഓഫീസ്? അതെന്താ? നിങ്ങളുടെ ഓഫീസിൽ റേഡിയേഷനോ മറ്റോ വരാൻ സാധ്യതയുള്ള എന്തെങ്കിലും സാധനങ്ങളുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവിടെയുള്ള എല്ലാവർക്കും പ്രശ്നങ്ങൾ കാണണ്ടേ? ശരിക്കും ഓർത്ത് നോക്കി, അവിടെ മറ്റാർക്കെങ്കിലും ഈ ഇടയ്ക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പ്രശ്നം അയാളുടെ മുടി പോയിട്ടുണ്ട്. പറയൂ. അല്ല, ഞങ്ങളുടെ ഫ്രണ്ട് ഫയാസ് റീസെന്റ് ആസ്പെക്ട് വാങ്ങിയത്. അവന് നേരത്തെ ചെറിയ ഷോർട്ട് സെറ്റ് ഇഷ്യൂ എന്ന് തോന്നുന്നു. പിന്നെ അശ്വട്ടൻ പുള്ളിക്ക് എടുത്താലും മുടി ഒഴിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ മരുന്നൊക്കെ ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്നുണ്ടായിരുന്നു. സാർ ചോദിച്ചോണ്ട് പറഞ്ഞതുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഇതൊക്കെ സാധാരണ കാര്യങ്ങളല്ലേ? നിങ്ങൾ ഇവരെ കൂട്ടിയിട്ടൊന്ന് വരാമോ? ഞാൻ പറഞ്ഞതനുസരിച്ച് അവരവിടെ ജോലി ചെയ്യുന്ന മറ്റു ചില ചെറുപ്പക്കാരോട് കൂട്ടിക്കൊണ്ടുവന്നു. എന്നിട്ട് അവരുടെ ആരുടെയും മുഖങ്ങള് ഞാൻ ഒരിക്കലും മറക്കില്ല. എല്ലാവരും ബാധിച്ചിരിക്കുകയാണ് കേട്ടോ. അവിടെ നിന്ന് കമ്പനിയിൽ നിന്ന് എന്തോ
ഇപ്പൊ മുഖം മൊത്തം പോയി. മുഖം മുടി പോയി. ഇന്നലെ മുതൽ എനിക്ക് ചെവിക്ക് നല്ല വേദനയുണ്ട്. സാർ, എനിക്ക് ഈയിടെയായിട്ട് ചില കാര്യങ്ങളൊന്നും അങ്ങോട്ട് ഓർത്തു വയ്ക്കാൻ പറ്റുന്നില്ല. എല്ലാം മറന്നു പോവാ. നിങ്ങളുടെ ഓഫീസ് സെൻട്രലൈസ് ബേസ് ചെയ്യാണോ? അതെ. എന്താ ഡോക്ടർ? ഇനി AC വഴി ഇൻഫെക്റ്റ് ആവാൻ ചാൻസ് ഉണ്ടോ? അറിയില്ല. ഐ നീഡ് സം ടൈം. എനിക്ക് ആദ്യം നിങ്ങളുടെ എല്ലാവരുടെയും ബ്ലഡ് സാമ്പിൾസ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ഓഫീസിലെ പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് ജോൺസണോട് പറയാം. അത് ജോൺസൺ ഇപ്പോൾ ദുബായിലല്ലേ, ഇനി ഒരാഴ്ച കഴിഞ്ഞേ വരുള്ളൂ. ആരാണ് ഈ ജോൺ? ഞങ്ങളുടെ MD ആണ് സർ. വീട്ടിൽ നിന്നല്ലേ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് വന്നത്? അതെ. വീട്ട് എന്താണ് ഈ ജോണിന്റെ ഫുൾ നെയിം? ഐസക് ജോൺ. ഐസക് ജോൺ. വീട്ട് ഈ രണ്ട് പേരുകൾ ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ. ഡോക്ടർ, എന്റെ കയ്യിന് പഴയ പോലെ ആവില്ലേ സാറേ? എനിക്കെന്തായാലും പറ്റുമോ? എന്റെ മോള് ധൈര്യമായിട്ടിരിക്കും. നമുക്ക് നോക്കാം. Don't worry. അങ്ങനെ അവരുടെ എല്ലാം ബ്ലഡ് സാമ്പിൾസ് കളക്ട് ചെയ്ത് ടെസ്റ്റിന് അയച്ചു. ടെസ്റ്റ് റിസൾട്ട് പ്രകാരം അവരുടെ എല്ലാവരുടെയും രക്തത്തിൽ ഒരു കോമൺ ഫാക്ടർ ഞാൻ കണ്ടു. മീരയുടെ രക്തത്തിൽ കണ്ട അതേ മ്യൂട്ടേഷൻസ്. ഈ DNA യിൽ വ്യതിയാനം വരുത്താൻ കഴിയുന്ന ഒരു കെമിക്കൽ കോമ്പൗണ്ട്. ഒരു കാര്യം എനിക്ക് ഉറപ്പായി, അവർ പോലും അറിയാതെ അവരുടെ ഉള്ളിലേക്ക് ഒരു കെമിക്കൽ കോമ്പൗണ്ട് ഓർ സംതിങ് ലൈക്ക് ദാറ്റ് ഇൻടേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതും അവരുടെ ഓഫീസിൽ നിന്ന് തന്നെ. ഇപ്പൊ വില്ലൻ നമ്മുടെ മുതലാളിയാണ്. ഹലോ സെബാസ്റ്റ്യൻ, ഞാൻ സെബാസ്റ്റ്യനിൽ നിന്ന് അവരുടെ ഓഫീസിലെ ഡെയിലി റുട്ടീൻ എന്തൊക്കെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കി. സെബാസ്റ്റ്യൻ പറഞ്ഞതനുസരിച്ച് അവർക്ക് അവിടെ ഡെയിലി രാവിലെ ചായയും കുക്കീസും സപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. പിന്നെ അവിടെയുള്ള വാട്ടർ ക്യാൻ, ഇതിന്റെ എല്ലാം സാമ്പിൾസ് ഞാൻ അവരിൽ നിന്നും കളക്ട് ചെയ്തു. ഹലോ സെബാസ്റ്റ്യൻ, നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ? അടുത്താരില്ല. നിങ്ങൾ ഈ അസുഖത്തെ പറ്റി ഐസക് ജോണിനോട് പറഞ്ഞു? ഇല്ല. സാറ് മണ്ടേ വരും. അപ്പോൾ പറയാമെന്ന് വിചാരിച്ചിരിക്കും. നിങ്ങൾക്ക് തൽക്കാലം ആരോടും പറയണ്ട, പ്രത്യേകിച്ച് നിങ്ങളുടെ MD-യോട്. എന്താ ഡോക്ടർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് പറയാം, നമുക്ക് ഈ ഞായറാഴ്ച കാണാം. ബട്ട് അതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ചെയ്യണം. വി ഫാർമ എന്ന പേരിലുള്ള ഫാർമസ്യൂട്ടിക്കൽസിന്റെ കോ-ഫൗണ്ടർ ആയിരുന്നു ഐസക് ജോൺ. ഈ വി ഫാർമ ഞങ്ങൾ ഡോക്ടേഴ്സിന്റെ ഇടയിൽ കുറച്ച് ഫേമസ് ആണ്. അവർക്ക് സ്വന്തമായി മെഡിസിൻസ് ഉൽപ്പാദിപ്പിക്കുന്ന ലാബുകളുണ്ട്. അവരുടെ ഫാർമസിയിൽ കിട്ടുന്ന ഒട്ടുമിക്ക മെഡിസിൻസും അവരുടെ ഓൺ പ്രൊഡക്ഷനാണ്. ഈ വി ഫാർമയുടെ ലൈസൻസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഡോക്ടർ ഇവാൻ ജോണിന്റെ പേരിലാണ്. ഈ ഐസക് ജോണിന് ഒരു അനിയനുണ്ട്, ഇവാൻ ജോൺ. ആറ് വർഷങ്ങളായിട്ട് യൂസ് സെറ്റില്ല. ഇവാൻ ജോൺ ഐസക് ജോണിന്റെ ബ്രദർ അല്ലേ? എക്സാക്ട്ലി. എന്താ ഇതെല്ലാം തമ്മിലുള്ള കണക്ഷൻ? ആസ് എ റിസർച്ചർ ഈ മെഡിക്കൽ ഫീൽഡിൽ നടക്കുന്ന ഒരുപാട് കഥകൾ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിൽ പല സംശയങ്ങൾ തോന്നി. അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ അവരോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. ഡോക്ടർ പറഞ്ഞാലേ ജോൺസന്റെ ലാപ്ടോപ്പ് നോക്കി കുറച്ച് ഫയൽസാണ്. എന്തെങ്കിലും മെഡിസിൻസുമായിട്ട് ബന്ധപ്പെട്ട ഫയലുകളുണ്ടോ അതിൽ? അതിലൊരു ഹിഡൻ ഫോട്ടോ ഉണ്ടായിരുന്നു. നമ്മുടെ ഓഫീസായിട്ട് അല്ലാത്ത കുറച്ച് ഡോക്യുമെന്റ്സ് ആയിരുന്നു അതിനകത്ത്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നോക്കിയില്ല. മറ്റേ മെഷീൻ്റെ കാര്യം പറയും. ഡോക്ടർ, പിന്നെ ഞങ്ങൾ ഡെയിലി പഞ്ച് ചെയ്യുന്ന മെഷീനിൽ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടായിരുന്നു ഫോട്ടോയിൽ. വേറെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. പഞ്ചിങ് മെഷീൻ്റെ ബ്ലൂ പ്രിന്റോ? എവിടെ? അതാ മൂന്നാമത്തെ ഫോട്ടോയിൽ. ഈ സ്പെക്സ് മാറ്റിയോ? നേരത്തെ എനിക്ക് ഷോർട്ട് സൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വിഷയം നല്ല ബ്ലറാ. കണ്ണാടി വരിക എനിക്കൊന്നും കാണാൻ പറ്റില്ല. ഡോക്ടർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വെയിറ്റ്. ഹലോ. ഹസ്ബൻഡ്, ഞാനൊരു ഫോട്ടോ വാട്സാപ്പ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നോക്കണം. ഒരു ഓഫീസിലെ പഞ്ചിങ് മെഷീൻ്റെ ബ്ലൂ പ്രിന്റ്. എന്നിട്ട് എന്നെ ഒന്ന് തിരിച്ചു വിളിക്കണേ. ഇപ്പൊ തന്നെ വേണം കേട്ടോ. താങ്ക് യു. ഞാൻ ആ ഫയലുകൾ ഓരോന്നായി പരിശോധിച്ചു. And it was really shocking. പറയൂ. പഞ്ചിങ് മെഷീൻ മാത്രമല്ല, ഞാൻ ആ പെൻഡ്രൈവിൽ കണ്ടത് HMV എന്നൊരു വൈറസിനെ പറ്റിയും അതിന്റെ ആന്റിഡോട്ടിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആയിരുന്നു.
HMV. Yes, HMV, human mutation virus, also known as red virus. റെഡ് വൈറസ്. ആ വൈറസാണോ അവരെ? No, ആ വൈറസിന്റെ ആന്റിഡോട്ടാണ് അവർക്ക് ചായയിലൂടെയും കുടിവെള്ളത്തിലൂടെയും കൊടുത്തുകൊണ്ടിരുന്നത്. ഇതിനെ ടെസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ചായയിലൂടെയും ബിസ്ക്കറ്റിലൂടെയും കൊടുത്തിട്ട് ആ പഞ്ചിങ് മെഷീൻ വെച്ചിട്ട് പിന്നെ നോക്കിക്കോളൊക്കെ ഉള്ളതായിരുന്നു കേട്ടോ. ഇതിൻ്റെ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ എന്നൊക്കെ ചതിച്ചതാണ് ഇതിൻ്റെ കമ്പനി എം ഡി. കൂടാതെ ഈ ആന്റിഡോട്ട് മൂലം അവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ അറിയാൻ അവർ ദിവസവും മോണിറ്റർ ചെയ്യപ്പെടുകയായിരുന്നു ത്രൂ ദാറ്റ് പഞ്ചിങ് മെഷീൻ. എല്ലാം മുതലിൻ്റെ കളികൾ. ഇതൊരു മത്സരമാണ്. ഫാർമ സെക്ടറിലെ അടുത്ത മൊണോപ്പൊളി ആരാണ് തീരുമാനിക്കുന്ന മത്സരം. പണ്ട് ഇതുപോലെ ഒരു റേസ് നടന്നു, ബേബി ഫുഡ് രംഗത്ത്. അന്ന് ഇപ്പോഴത്തെ നമ്മുടെ മെയിൻ കോമ്പറ്റീറ്ററായ ബിഗ് ഫാർമാസ് എന്താ ചെയ്തതറിയോ? ആഫ്രിക്കയിലെ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിക്ക് ചാരിറ്റിയുടെ പേരിൽ ടെസ്റ്റ് സാമ്പിൾ ബേബി ഫുഡ് സപ്ലൈ ചെയ്തു. പിന്നെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ടൊരു മെഡിക്കൽ ചെക്കപ്പ്. 6 മാസം കൊണ്ട് ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് എത്തിച്ചു. ഈവൻ നൗ ദേ ആർ ദ ടോപ്പ്. ഒന്ന് ചെയ്യാതെ മറ്റൊന്നിന് പോകാം. അവർ ഓരോ പ്രാവശ്യം പഞ്ച് ചെയ്യുമ്പോഴും ആ ഡിവൈസിലെ നാനോ നീഡിൽസ് വഴി അവരുടെ DNA സാമ്പിൾസ് എക്സ്ട്രാക്ട് ചെയ്യപ്പെടുകയും അതാത് പേരുകളിൽ ഫീഡ് ചെയ്യപ്പെടുകയുമായിരുന്നു. സർ, ഇതിലൊരു പ്രഗ്നന്റ് ലേഡി കൂടെ ഉണ്ടല്ലോ. യെസ്, പ്രഗ്നന്റ് ലേഡി ഉണ്ട്. പിന്നെ 20 to 60 ഏജ് ഗ്രൂപ്പിലുള്ള ജെൻസ് ആർ ലേഡീസ്. നോർമൽ ലൈഫ് നയിക്കുന്ന ഒരു പെർഫെക്റ്റ് സാമ്പിളിംഗ് ഗ്രൂപ്പ്. നമ്മുടെ ടെക്നിക്കൽ ടീം ഡെവലപ്പ് ചെയ്ത DNA എക്സ്ട്രാക്ടിംഗ് പഞ്ചിങ് മെഷീൻ വെച്ച് നമുക്ക് ഡെയിലി അവരെ മോണിറ്റർ ചെയ്യാൻ പറ്റും. അങ്ങനെ വാക്സിൻ മൂലം അവരിലുണ്ടാകുന്ന ഓരോ മൈന്യൂട്ട് ചേഞ്ചസും ജോൺ അറിയാൻ കഴിഞ്ഞിരുന്നു. അങ്ങനെ അവർ പോലും അറിയാതെ അവരിൽ വരാനിരിക്കുന്ന ഒരു വൈറസിന്റെ ആന്റിഡോട്ട് ടെസ്റ്റ് ചെയ്യപ്പെടുകയായിരുന്നു. ഈ ഹെൽത്ത് എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ജോലിയൊക്കെ കഴിഞ്ഞു വൈറസിൻ്റെ ആന്റിഡോട്ട് മരുന്ന് ടെസ്റ്റ് ചെയ്യണം. ഇനിയിപ്പം നീളായിരുന്നു. പക്ഷേ ഈ വാക്സിൻ അല്ലെങ്കിൽ ആന്റിഡോട്ട് സാധാരണ ഇഞ്ചക്റ്റിലെ ഷെയർ. Yes, but this is different. വാക്സിനെ റീപ്ലേസ് ചെയ്യാനുള്ള ഒരു ആന്റിഡോട്ട് മെഡിസിൻസ്. ഇറ്റ്സ് ലൈക്ക് എ ഫ്യൂച്ചറിസ്റ്റിക് വാക്സിൻ. നമുക്കത് സാധാരണ മരുന്ന് കഴിക്കുന്നത് പോലെ കഴിക്കാം. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ അത് മാറിയോ? നോ, അവരിൽ ടെസ്റ്റ് ചെയ്തത് ബ്ലാക്ക് മെഡിസിൻ ആയിരുന്നു. അതായത് ഈ ആന്റിഡോട്ടിനെ ഫിൽട്ടർ ചെയ്യാത്ത ആദ്യ ഘട്ടം. സോ ഇറ്റ് വാസ് ഇൻക്യൂറബിൾ. ബട്ട് എന്റെ ഇതുവരെയുള്ള അറിവും പരിചയസമ്പത്തും എല്ലാം ഉപയോഗിച്ച് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ പരമാവധി ഞാൻ അവരെ ചികിത്സിച്ചു. ഇതിന് വിട്ട് മാറില്ല. ഇതാണ് ബിഫാമിനെ കുറിച്ച് ഞാൻ കളക്ട് ചെയ്ത ഡോക്യുമെന്റ്സ്. ആ പഞ്ചിങ് മെഷീൻ അയാൾ വന്ന ഉടനെ തന്നെ മാറ്റി വേറെ വെച്ചു. ചായപ്പൊടിയും വാട്ടർ ക്യാനും ഒക്കെ പുറത്തു നിന്നാക്കി. ആ CCTV വിഷ്വൽസും എറേസ് ചെയ്ത് കളഞ്ഞെന്നാണ് അവർ പറഞ്ഞത്. ബിക്കോസ് അയാൾക്ക് വേണ്ടതെല്ലാം അയാൾ കളക്ട് ചെയ്ത് കഴിഞ്ഞു. യെസ്, എന്നിട്ട് അവരെന്ത് ചെയ്തു? അവരുടെ ശരീരം മാത്രമല്ല മനസ്സും തളർന്നിരുന്നു. ലൈക്ക് ആനിമൽസ്. വേട്ടയാടപ്പെട്ട കാട്ടുമൃഗങ്ങളെ പോലെയായിരുന്നു അവർ. പ്രത്യേകിച്ച് മീര. ഒരുപാട് പ്രതീക്ഷകളോടെ ഏറെ നാളത്തെ കാത്തിരിപ്പിന്റെ ഫലമായി ഉണ്ടായ കുഞ്ഞിനെ നഷ്ടപ്പെട്ട മീര ജോണിനെ നിയമത്തിൽ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. മെഡിസിന്റെ ആദ്യ പരീക്ഷണമായതുകൊണ്ട് തന്നെ ബാധിക്കപ്പെട്ട രോഗങ്ങൾ മരണം വരെ അവരെ വേട്ടയാടുമെന്ന് അവൻ മനസ്സിലാക്കി. ഇവർക്ക് മരണം വരെ ഇവർക്കുണ്ടായ പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ ഉണ്ടാവും.
അവരാരും എന്നെ കൺസൾട്ട് ചെയ്യാൻ വരാതെയായി. അവരിലുണ്ടായ മാറ്റങ്ങൾ സമൂഹത്തിന് മുന്നിൽ മറച്ചു വെക്കാൻ അവർ തീരുമാനിച്ചു. പക്ഷേ അവരുടെ മനസ്സിൽ മറ്റെന്തൊക്കെയോ പ്ലാനുകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നി. നിങ്ങളുടെ ശരീരം മരുന്നുകളോട് നന്നായി തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷെ നിങ്ങൾക്ക് ആ വിശ്വാസമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ അബദ്ധങ്ങൾ ചിന്തിക്കുന്നത്. ഇതകത്തൊന്നല്ല ഡോക്ടറെ, ഒരുപാട് ആലോചിച്ചെടുത്തിരിക്കണം. ഞങ്ങളാണ് അയാളുടെ ആദ്യത്തെ അവസാനത്തെ ഏഴെന്ന് ഡോക്ടറിന് തോന്നുന്നുണ്ടോ? ഇതുപോലെ എത്ര പേര് ചെയ്ത് ചവിട്ടി അടിച്ചിട്ടായിരിക്കും അയാൾ ഈ കാണുന്നതിനെ കൊണ്ടാക്കിയത്. ഇത്തവണ അവൻ രക്ഷപ്പെടലുള്ളൂ. അവനെതിരായിട്ടുള്ള എല്ലാ തെളിവുകളും നമ്മുടെ കയ്യിലില്ലേ? നമുക്ക് ലീഗലായിട്ട് പോവുകയും ഇത് ഗുരുതരമായ കുറ്റകൃത്യമാണ്, നിസ്സാരമല്ല. അവൻ കെട്ടിപ്പൊക്കിയ എല്ലാറ്റിന്റെ അടിത്തറ നമുക്ക് കേൾക്കാം. പണത്തിന് സ്വാധീനത്തിൽ അടിമപ്പെടാത്ത എന്ത് നിയമസാരം നമ്മുടെ നാട്ടിലുള്ളത്? നമ്മൾ കളക്ട് ചെയ്ത എവിഡൻസ് ഒന്നും ജോണിനെതിരുള്ളതാണ് പ്രൂവ് ചെയ്യാൻ പറ്റാൻ നമുക്ക് കഴിയില്ല. അവൻ്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ ഓഫീസിലുണ്ടായിരുന്ന എല്ലാ എവിഡൻസും മാറ്റി. പിന്നെ നമുക്ക് കുറച്ച് വാർത്തകളും ചർച്ചകളും ഉണ്ടാക്കാം, അത്ര തന്നെ. ഡോക്ടർ, ഇറ്റ്സ് നോട്ട് എ റിവെഞ്ച്. ഇത് ഈ സൊസൈറ്റിയോടുള്ള ഞങ്ങളുടെ കമ്മിറ്റ്മെന്റ് ആണ്. ഞങ്ങൾക്ക് ജോണില്ലാതെ മീരയുടെ കുഞ്ഞിനെ നീ കിട്ടും ഡോക്ടറെ. അതിന് ഞങ്ങളുടെ കോടതിയെ ആവശ്യപ്പെട്ടില്ല. അവരുടെ തീരുമാനം ഉറച്ചതായിരുന്നു. ഇതിന് പകരം വിട്ടാൻ വേണ്ടി നിൽക്കുക കേട്ടോ. പിന്തിരിപ്പിക്കാൻ എനിക്ക് സാധിച്ചില്ല. പക്ഷേ അവരുടെ പ്ലാൻ എന്താണെന്ന് മാത്രമേ എന്നോട് പറഞ്ഞില്ല. ഞാൻ എൻ്റെ ഇതുവരെയുള്ള കരിയറിൽ ഒരുപാട് കേസസ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ബട്ട് this is something unusual, something big. എനിക്ക് മനസ്സിലാവുന്നില്ല, ഒരു മനുഷ്യൻ എങ്ങനെയാണ് മനുഷ്യരോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നത്? He's not a human. Actually, he's a real human. മനുഷ്യന് മാത്രമേ മനുഷ്യരോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയൂ. വൈറസ് ഔട്ട് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് മാർക്കറ്റിൽ നമ്മുടെ ആന്റിഡോട്ട് മെഡിസിൻ ഫ്ലഡ് ചെയ്യാൻ പറ്റണം. ഡയറക്റ്റ് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന ഒരു വാക്സിൻ അത് ഈ രംഗത്ത് വലിയ കുതിച്ചുചേട്ടം തന്നെയായിരിക്കും. വേൾഡ് പോപ്പുലേഷന്റെ കൺട്രോളിംഗ് ത്രെഡ് ഇനി നമ്മുടെ കയ്യിലായിരിക്കും. വൈറസ് ഉണ്ടാക്കുന്നവര് മരുന്ന് കണ്ടുപിടിക്കുന്നവര് ജീവവായു. But this time, he chose the wrong route. അതെ ഡോക്ടർ. സന്ദീപ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. യഥാർത്ഥ കുറ്റവാളികൾ അവരാണോ? അത് ജോൺ ആയിരുന്നില്ലേ? ജോണിന്റെ പിന്നിലെ ആ വലിയ മാഫിയായിരുന്നില്ലേ? But one of them committed a crime. നിയമത്തിന് മുമ്പിൽ അയാൾ കുറ്റവാളിയാണ്. നിയമത്തിന്റെ മുമ്പിൽ കുറ്റവാളിയായിരിക്കാം, പക്ഷേ മനസാക്ഷി എന്നൊന്നുണ്ടല്ലോ. ഇത്രയും ദ്രോഹിക്കപ്പെട്ട അവരുടെ ജീവിതം സന്ദീപിന്റെ ഒരു തീരുമാനമുണ്ട് ഇനി നശിപ്പിക്കണം. And സന്ദീപ്, the real criminals are still out there and they are planning something big. അതല്ലേ സന്ദീപ് തടയേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. പോലീസുകാരൻ ഞങ്ങളുടെ ഒരു പ്രശ്നം ചോദിച്ചു. ഇതിലുണ്ട് ഞാൻ ഈ ഫാമിനെ കുറിച്ച് കണ്ടെത്തിയ രേഖകൾ. എനിക്കൊരാൾ വഴി വേറെ കുറച്ച് ഡാറ്റാസ് കിട്ടും. അത് ഞാൻ സന്ദീപിന് മെയിൽ ചെയ്തേക്കാം. ഡോക്ടർ ഒരു ജിപ്സൺ ജോർജിന്റെ പേര് ഈ ഡോക്യുമെന്റ്സ് എവിടെയും കണ്ടിരുന്ന? ജിപ്സൺ ജോൺസ്. ഇല്ല, അങ്ങനെ ഒരു പേര് കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. തീരുമാനം സന്ദീപിൻ്റെതാണ്. വേദനിച്ച് ജീവിക്കുന്ന ആ 13 പേരുടെ പുറകെ പോകണോ, അതോ മറ്റൊരു മഹാമാരി സൃഷ്ടിക്കാൻ പോകുന്നവരുടെ പിന്നാലെ പോകണോ? യു ക്യാൻ ഡിസൈഡ്. ഇത് സത്യമാണെങ്കിൽ എനിക്കൊരു ഹെൽപ്പ് വേണം ഡോക്ടർ. യെസ്, ടെൽ മീ. വി ഫാർമയുടെ ലാബുകൾ എവിടെയാണെന്ന് എനിക്കറിയണം. വൈറസ് ഡോക്ടറെ കണ്ടിട്ട് തിരിച്ചു വന്നു കേട്ടോ. സർ, ആളുകൾക്ക് അറിഞ്ഞു. വേറെ കുറച്ച് നല്ല ആൾക്കാരെ വന്നിട്ടുണ്ട്. പഞ്ചിങ് മെഷീൻ ബ്ലഡ് വരിക. ഇത് പാവങ്ങളാട്ടോ, ഇതൊക്കെ എഫക്റ്റ് ആയതാണ്.
അവരെ വിട്ടേക്കാം. സാറേ പറയുന്നോ? നമ്മുടെ രീതിയിൽ ഉപദേശിക്കല്ല സാറേ. ആ പിടിച്ചെടുത്ത പാക്കറ്റോ? അത് ഞാൻ കത്തിച്ചോളാം. സാറേ നന്ദി. അതെ, ഞാൻ ഇവിടെ പോവാം. അവരുടെ അടുത്തൊക്കെ പോകാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ സിനിമയുടെ സെക്കൻഡ് പാർട്ടിലൂടെ കേട്ടോ അവസാനിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡോക്ടറിനെ കാണാൻ പോകുന്നത് കണ്ടത്. അതിനുശേഷം ഡോക്ടറെ കണ്ടിട്ട് ഈ നമ്മുടെ നായകൻ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ആൾക്കാരനെ അറിയുമോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഡോക്ടർ ആദ്യം അറിയില്ല എന്നൊക്കെ പറയുമെങ്കിലും എല്ലാ തെളിവോടെ പറയുമ്പോൾ അറിയാമെന്ന് പറയും. കാരണം എങ്ങനെ അറിയാമെന്നൊക്കെ ചോദിക്കുമ്പോഴാണ് പറയുക അവർക്ക് ഓരോ പ്രശ്നങ്ങളായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അവരെന്തൊരു ഇത് എഫക്റ്റ് ആയിട്ടുണ്ടെന്നുള്ള കാര്യം ബ്ലഡ് സാമ്പിളിൽ നിന്ന് മനസ്സിലായത്. അപ്പോൾ അതിനെല്ലാം പിന്നിൽ അതിൻ്റെ മുതലാളിയാണ് എന്ന കാര്യം മനസ്സിലായിട്ടോ. അങ്ങനെ റിസർച്ച് ചെയ്യുമ്പോൾ ഒരു വൈറസ് ഉണ്ട്, അതിൻ്റെ അടി തൊട്ട് പിന്നിൽ ട്രൈ ചെയ്തിട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം നമ്മുടെ കമ്പനി തന്നെയാണ് ഇതെല്ലാം ചെയ്തത് എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായി. അവർ റിവെഞ്ച് എടുക്കണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയും. പിന്നെ അപ്പോൾ ഇതൊക്കെ ക്രൈമല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നായകൻ പറയണമെങ്കിൽ ഓൾറെഡി അവർ എഫക്റ്റ് ആയിരിക്കുകയാണ്. അവർ ഇപ്പോൾ ശരീരം മാത്രമേ ഉള്ളൂ, അവരുടെ ഇപ്പോൾ എഫക്റ്റായ എല്ലാതും അവർക്ക് മരണം വരെ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നായകൻ അതൊക്കെ കേട്ടിട്ട് നേരെ നമ്മുടെ കമ്പനിക്ക് വരുന്നുണ്ട്. അവരുടെ അടുത്തൊക്കെ പോകാനും പറയുന്നുണ്ട് കേട്ടോ. അതാണ് അത്രയും പാർട്ടാണ് നമ്മളിപ്പോൾ കണ്ടത് സെക്കൻഡ് പാർട്ടിൽ. അപ്പോൾ ഇതിൻ്റെ ക്ലൈമാക്സ് പാർട്ട് നമ്മൾ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ തേർഡ് പാർട്ട്, അതായത് ലാസ്റ്റ് പാർട്ട് നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരെയും ബൈ ബൈ.